എന്തൊക്കെ അമ്മ മോനും റെഡിയായി, ഞങ്ങൾ കൊച്ചു റെഡിയായി. ഇവിടെ അടുത്ത് സ്നോഫാൾ വീണു. അങ്ങനെ ഞങ്ങൾ സ്നോഫാൾ കാണാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ രാവിലെ റെഡി ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങുക വെച്ചിട്ട് വണ്ടി സൈക്കിളൊക്കെ അകത്തെടുത്തോണ്ട് വെച്ച് രാവിലെ ഞങ്ങൾ പോവാണ്. കണ്ടോ വൈകി ഞാനും നേരത്തെ തന്നെ റെഡിയായി. ഏതാ ഇവിടെ തന്നെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് അവിടെ പോകുമ്പം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാനൊരു 4 ഉടുപ്പ് ഉള്ളിലിട്ടിട്ടുണ്ട്, തെർമൽസ് കൂടാതെ. പിന്നെ വൈകിക്കും അതുപോലെ തന്നെ ഞാൻ വേറെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ബിച്ചുവും പിന്നെ 2-3 ഒരു തെർമലും പിന്നെ 2 പാൻറ്റും ഒരു പാൻറ്റും പിന്നെ 2 ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ വണ്ടിയിൽ കയറി അങ്ങോട്ടേക്ക് പോവാണ്. പത്നിറ്റോപ്പ് എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഇപ്പോൾ സ്നോഫാൾ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ സ്നോഫാൾ ഉണ്ടായിരിക്കുമോ അതോ കുറച്ചുകൂടെ ക്ലൈമറ്റ് ആണോ ഒന്നും അറിയാതെ കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് ഞങ്ങളുടെ കൂടെ വന്നൊരു ഫാമിലി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കാൻ ഇറങ്ങി. വാ അച്ഛൻ്റെ അടുത്ത് വാടാ. നല്ല മഴ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ 2 ഫാമിലി ഉണ്ടായിരുന്നു. വിച്ചുവിൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 2 സാറന്മാരുണ്ടായിരുന്നു. പിന്നെ വന്ന ആൾക്ക് നന്നായിട്ട് അവർ ഒമിറ്റ് ചെയ്തു കേട്ടോ. എല്ലാം ഉടുപ്പിട്ടൊരു ബൊമ്മ പോലെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടും കാര്യമില്ല, കുത്തിക്കയറുന്ന തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവർ കൊണ്ടുവന്ന ഫുഡാട്ടോ കഴിച്ചേ. അവർ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഒരു സൈഡിൽ ഇരുന്ന് കഴിച്ചു. കളിക്കണേ. കണ്ടോ മഴ പെയ്യുന്നത്, നീളത്തെ മലയൊന്നും കാണാൻ പോലും വയ്യ. എങ്ങോട്ട് വൈകേ തണുക്കുന്നുണ്ടോടാ? പിന്നെ കുറച്ച് ചെന്നപ്പോഴത്തേക്ക് ദാണ്ട് പതുക്കെ മഞ്ഞ് വീഴാൻ തുടങ്ങി കേട്ടോ. ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് വീഴുന്ന മഴ പതുക്കെ മഞ്ഞാവാൻ തുടങ്ങി. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അകത്ത് വരുവാ. കണ്ടോടാ വീഴുന്ന മഞ്ഞ് വീഴുന്നൊക്കെ. പതിയെ മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ആ വീഴുന്ന വെള്ളം ഇങ്ങനെ മഞ്ഞായി തുടങ്ങുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ? എടാ നമുക്ക് എല്ലാവർക്കും ഫാളിംഗ് ടൈമിൽ വരാൻ പറ്റുന്നത്. ഓ നോക്ക്. ആഹാ
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കാണാൻ വിചാരിച്ചു. ये बर्फ गाड़ी निकालना मुश्किल हो जाएगी यहाँ से. चलो कोड बूट ले लो. देखो मेरे ऊपर पूरा वीडियो है. ഇങ്ങ വന്നേ വൈക എങ്ങനെയുണ്ടടാ? വീഴില്ല തെന്നുവേ എന്നിട്ട് ഇവിടൊക്കെ ഭയങ്കര അയ്യോ കാണാൻ പറ്റുന്നില്ലേ? വെള്ള ആയിട്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. വൈക ഇങ്ങോട്ട് നോക്കേ, അമ്മ നോക്കേ. അവിടെ എല്ലാവരും കണ്ടു. ഹാപ്പി സ്നോ ഡേ. ഓ വാ. മോളെ അവിടെ നിക്ക. അരെ ഗിർത്തെ മോളെ ഇങ്ങി വന്നേ വൈക. പിന്നെ കുറേ നേരം ആ ഫാൾ ആസ്വദിച്ചു. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സ്നോ ഫോള് കാണുന്നത്. അല്ലാതെ ഒരു കുറച്ച് സ്ഥലത്ത് സ്നോ വീണ് കിടക്കുന്നതൊക്കെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. पत्नी टॉप में जाते हैं ना वो स्केटिंग के लिए, वहाँ सिर्फ बर्फ है. पूरा जम गया होगा पूरा. चलो मेरा गाड़ी काफी दे दी इसमें. एक बार देख लो. चलो वो कहाँ है यार, फोन करना है उसको. गाड़ी उनका फोन भी नहीं चल रहा. शीशा ही जम रहा है. शीशा जम नहीं रहा है, अंदर वेंटिलेटर नहीं चल रहा. बर्फ कौन गिरता है? അപ്പൊ ഞാൻ പോയി സ്നോ ഡ്രസ് ഇട്ടിട്ട് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. തെന്നി വീഴുമോന്ന് നല്ല ഡൗട്ടുണ്ട് എനിക്ക്. വൈകി ചേരുന്നൊന്നും അവിടെ കിട്ടിയില്ല സ്വെറ്റർ. അപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവളുടെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അലേർട്ടും വിളിച്ച് കുറച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത്ര സമയം നിൽക്കാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയും. കാരണം ഒരുപാട് പേർക്ക് ഈ തണുപ്പിൻ്റെയും ഒക്കെ പ്രശ്നം വരും. അങ്ങോട്ടേക്ക് നിൽക്കുവോ? അയ്യോ, ഇവിടെ വണ്ടിയെല്ലാം പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം നന്നായിട്ട് സ്കിഡ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി താഴെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ അതായത് നവംബർ ഡിസംബർ അല്ല, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലൊക്കെ ഇവിടെ സ്നോഫോള്.
ആ കൊച്ചുപിള്ളേർ കണ്ടോടാ പോന്നെ, കണ്ടോ? പതുക്കെ നടക്ക്. ബാ. ആ അമ്മ പിടിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞിനെ. പതുക്കെ തച്ചകുന്നോടെ താമി. ഇവിടെ ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാട്ടോ. എനിക്കൂടെ ഒരെണ്ണം വേണം. എന്തായാലും ചീട്ടല്ലേ കഴിക്കോ? അമ്മ പിടിച്ചു തരാം. കൊള്ളാമോടാ? അവിടെ നല്ല അടിപൊളി ക്രീം റോള് കേട്ടോ. കുറെ നാളായി മധുരം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്രേവിങ്സ്. കൊച്ചിന് കൊടുക്കുന്നതിന് ഞാനാ തിന്നുന്നത്. നമ്മുടെ വണ്ടി എൻ്റെ ക്യാമറയിലെല്ലാം നമ്മുടെ വണ്ടിയും അവിടെ ഇട്ടേക്കുക. കാരണം ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് എല്ലാം സ്കിഡാവും. ഞാനൊരു പപ്പറ്റ് പോലെ ഇരിക്കുന്നല്ലേ. എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അടിച്ച് മുക്കും കുത്തി വീഴും. ഗ്ലൗസ് ഒക്കെ ഊരിയിട്ട് കൈയൊക്കെ വെച്ച് നോക്കി. കൈ 2 മിനിറ്റ് കൂടെ വെച്ചിരുന്നെങ്കിൽ മരവിച്ച്. അങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്യണമല്ലേ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എത്ര തന്നെ വീഡിയോയിൽ കണ്ടാലും നമ്മളെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഇന്നർ പീസ് ഭയങ്കര കേട്ടോ. പിന്നെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് നല്ലതുപോലെ ബോഡി കവർ ചെയ്യാൻ ശ്രമിക്കുക. ബൂട്ടാണ് ഏറ്റവും മെയിൻ പാട്ടെന്ന് പറയുന്നത് നമ്മൾ കാലാണ്. അപ്പോൾ അതിന് നല്ല ബൂട്ട്, ഏറ്റവും നല്ല ബൂട്ട്, സേഫ്റ്റി ആയിട്ടുള്ള ബൂട്ട്, പിന്നെ നന്നായിട്ട് സോക്സ്. ഞാൻ പിന്നെ കുറച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് 2-3 ക്യാരി ചെയ്തായിരുന്നു. എന്നിട്ട് പോലും മതിയായില്ല. അങ്ങനെ എടുക്കാൻ ശ്രമിക്കാം. വൈകാൻ വെച്ചോന്തോ പോന്ന വൈകി കാല് നടക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറാൻ പോവാ. കുറച്ച് നേരം വണ്ടി ഇരുന്നിട്ട് പിന്നെ ഇറങ്ങി. കാരണം നമ്മുടെ ബോഡി ഒന്ന് ഹീറ്റായിട്ട് പിന്നെ ഇറങ്ങും. അങ്ങനെ 2-3 വട്ടം തുടർന്നുകൊണ്ടേ ഇരുന്നു. എനിക്കിതെല്ലാം കൂടി ഇട്ടിട്ട് വെയിറ്റ് കാരണം നടക്കാൻ വയ്യ. ആ ഒരവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത്. പിന്നെ വണ്ടി കയറിയിരുന്ന് കയ്യിലിരുന്ന സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു. കാരണം നന്നായിട്ട് വിശന്നു. അങ്ങനെ കുറേ നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോൺ മൊത്തം നനയും. അതുകൊണ്ട് ഞാൻ പോക്കറ്റിലാക്കിയിട്ട് പിന്നെ വണ്ടി കയറിയതിന് ശേഷം കേട്ടോ ഫോൺ എടുത്തത്. പിന്നെ എന്താ പറയുക, വണ്ടി കയറിയിട്ട് കുറേ വീഡിയോസ് എടുത്തു. കാരണം നമ്മൾ ഫോൺ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടാട്ടോ തിരിച്ചു വന്ന്. ഇവിടെ സ്നോഫാളാന്ന് അറിയുമ്പോൾ തുടക്ക സമയമല്ലേ, എല്ലാവരും ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാവിലെ കഴിക്കാൻ ഇറങ്ങിയടുത്ത് തന്നെ തിരിച്ച് കഴിക്കാനായിട്ട് ഉച്ചക്കത്തെ ഫുഡ്. അപ്പോഴത്തേക്ക് വൈകിട്ടായി. ഞങ്ങൾ അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് അവിടെ നിന്നൊരു ദാബേന്ന് കയറി കഴിച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ വന്ന് കഴിച്ചു. അവിടെ കണ്ടോ മഞ്ഞ് വീഴുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന, ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഇവിടെ മഴയായിരുന്നു. ഇപ്പം ഇവിടെ നല്ല തണുപ്പായി. അപ്പം
മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ മഞ്ഞ് വീഴും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം സ്നോഫോൾ ആവും. ഉരുകി കുറച്ച് ഇറങ്ങിയതാ, ഫുള്ള് മഞ്ഞായിരുന്നു. മോളെ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോക്കോ. ഞങ്ങളങ്ങനെ ഇത്ര നേരമായിട്ട് രാവിലത്തെ ഫുഡേ കഴിച്ചുള്ളൂ. പിന്നെ ഇച്ചിരി മഞ്ഞ് കുറയട്ടെ എന്ന് വെച്ച്, പക്ഷെ കുറഞ്ഞല്ല, ഇവിടെ ഇപ്പം വീണ് തുടങ്ങിയതേ ഉള്ളെന്ന് അവർ പറയുന്നത്. കണ്ടോ, ഫോണിൽ ക്ലിയർ അല്ല. പെട്ടെന്ന് വാ. കണ്ടോ, അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു ദാവേ കയറിയതാട്ടോ. കൈ അടുത്തോട്ട് വെക്ക് മോളെ, അടുത്തോട്ട് വെക്ക്. ഇവിടെ നന്നായിട്ട് വീഴുന്നുണ്ടല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു ദാവേ കയറിയതാട്ടോ. മൊത്തത്തിലൊന്ന് പുഴുങ്ങിയെടുത്താൽ എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നത്. കാരണം കാലൊക്കെ മരവിച്ച് പണ്ടാരടങ്ങിയിരിക്കുവാണ്. ഇവിടെ കൂടി ഗൈസ്, കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇവിടെ എല്ലാം ആവുന്നു. ഇവിടെ കൂടിയിട്ടുണ്ട് വീഴുന്നത്. അവിടെ നിന്ന് അങ്ങനെ കഴിക്കാനേ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല തണുപ്പൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അങ്ങോട്ട് കഴിക്കാൻ മനസ്സ് വരുന്നില്ലായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വൈകയ്ക്ക് KFC ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാളായി വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഞാൻ വെച്ച് വെറുതെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഉള്ള പന്ന എണ്ണയിലൊക്കെ ഉണ്ടാക്കിയത് കൊടുക്കണ്ട, വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടി ഒരു KFC പോലത്തെ ഉണ്ടാക്കാന്ന്. KFCയുടെ അടുത്തുകൂടെ ഒക്കെ പോകുന്ന കാരണം അങ്ങനെ ഞാൻ നമ്മളെ മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് നേരം ഒരു മണിക്കൂറോളം വെച്ചതിന് ശേഷം ഓട്സിലൊക്കെ മുക്കി തട്ടി പൊരിച്ചെടുത്ത് അങ്ങനെ നമ്മുടെ KFC ചിക്കൻ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള KFC പോലത്തെ ചിക്കൻ റെഡിയാക്കി വൈകിക്ക് കൊടുത്തു. അതിനകത്ത് നിന്ന് 2 പീസ് ഞങ്ങളും കഴിച്ചു കേട്ടോ. കാരണം ഒരു തൃപ്തി വരണമല്ലോ. ഇന്ന് ഞായറാഴ്ചയാണ്, ഞങ്ങൾക്ക് കഴിക്കാം. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ന് ചീറ്റ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡും അങ്ങനെ കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചില്ലി സോസൊക്കെ കുഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ. കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്രയും ഫുഡടിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യാത്രയും ഫുഡടിയൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരിക്കണം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇത് പിന്നെ നമ്മൾ മഞ്ഞ് കാണുമ്പോൾ ഉള്ള ക്ലീശ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് നോക്കിയതാ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.